കോഴിക്കോട്ടെ ഇന്ന് ഹർത്താൽ ദിനമാണ്. കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. വൈകിട്ട് 6 വരെ ഹർത്താലുണ്ട്. ചേവാർ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിലെ വലിയ സംഘർഷം പ്രതിഷേധം അതിന് പിന്നാലെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്ത്. ഇപ്പോൾ ചില നേരിയ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്താണ് ആ ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്നത്? UDF പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. രാഹുൽ കെ ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? 60 വയസ്സിന് മുകളിലെ സ്ത്രീനെ ഇടിച്ച് ഉന്തും മങ്ങൾ എവിടെ നിന്നല്ലേ? ഒരു സ്ത്രീകൾക്ക് പോലും സംരക്ഷണം കൊടുത്തില്ല. വാങ്ങുന്ന കുട്ടിയുടെ അടുത്ത് എറിയുന്നല്ല മാസം മാസം കാണിക്കണ്ടേ? 5 പൈസ ഒരു സമരം നടത്തുമ്പോൾ നിങ്ങൾ എത്ര ബാരിക്കേഡ് വെക്കും? ഇന്നലെ ഒരു ബാരിക്കേഡ് നിങ്ങൾ അവിടെ വെച്ചു. പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കാനുള്ള സാഹചര്യം എന്താണ്? രതീഷ്, പുതിയ ബസ് സ്റ്റാൻഡിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തകർ ഹർത്താൽ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും സാധാരണ ഒരു ഞായർ ദിനം എങ്ങനെയാണോ ആ വിധത്തിലാണ് ഹർത്താലിനോട് ജനങ്ങൾ പ്രതികരിച്ചിരുന്നത്. കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ചുരുക്കം ചില ബസ്സുകൾ ഒഴികെ ബാക്കിയുള്ളവ സർവീസ് നടത്തുകയും കൂടെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി സ്റ്റാൻഡിലേക്ക് വരികയും KSRTC ബസ് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തടയുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ പോലീസുകാർ സ്ഥലത്തേക്ക് വന്നു. അങ്ങനെയാണ് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അതിനുശേഷം ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടത്തിൽ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വാക്കുതർക്കത്തിന് ശേഷമാണ് കുത്തിയിരുന്നുള്ള പ്രതിഷേധം ഏതായാലും ആരംഭിച്ചിട്ടുള്ളത്. അതായത് രതീഷ്, തൊട്ടിൽ പാലത്തേക്ക് പോകേണ്ടുന്ന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ബസ് യാത്ര തുടങ്ങി കവാടം വരെ വന്നതാണ്. ആ സമയത്ത് അവർ തടയുകയും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ് ഉണ്ടായത്. നിറയെ യാത്രക്കാരുണ്ട്. തുടർന്ന് പോലീസ് വന്ന് അവരോട് മാറാൻ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് വാക്കുതർക്കമുണ്ടായത്. ഇന്നലെ MP അടക്കമുള്ള ജനപ്രതിനിധികൾ ഉള്ള സ്ഥലത്ത് സംഘർഷമുണ്ടായപ്പോൾ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ല. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ പ്രവർത്തിക്കുന്നതെന്ന ഒരു ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ്സുകാർ മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും രാവിലെ 6 മണി മുതൽ തുടങ്ങിയ ഹർത്താലാണ്. അത് പുരോഗമിക്കുന്നു. പക്ഷേ ജനങ്ങൾ അത്ര കണ്ട് ഹർത്താലിനോട് സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഈ വാഹനങ്ങൾ തടയാനുള്ള ശ്രമം, സാധാരണ ഹർത്താലിന് രാവിലെ വാഹനങ്ങളൊക്കെ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവില്ല. ഇന്ന് അത്ര ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ രാഹുൽ? അവര് തടഞ്ഞിട്ട് തിരിച്ചു വെച്ച് അല്ലേ? അവർ തടഞ്ഞപ്പോ തിരിച്ചു വന്നതല്ലേ? കുറെ നേരമായി ഇവിടെ നിൽക്കുന്നേ? ഒരു കമണിക്കൂറായി. തടഞ്ഞു വെച്ചതിന് തന്നെ കമണിക്കൂറിൽ അധികമായി. ബസ് കിട്ടാൻ കുറെ നേരം നിന്നോ? ബസ് കിട്ടാൻ കുറെ നിന്ന് സ്റ്റാൻഡിൽ വന്ന് ഇവിടെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്ന് പിന്നെ എന്ത് വെച്ചാൽ ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് മറ്റേ KSRTC സ്റ്റാൻഡിൽ പോയി. അതിൽ നിന്ന് കയറി വരികയാണ് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ നോക്കുന്നതിനല്ലേ സ്ട്രൈക്ക് കാണുന്നത്. സാധാരണ KSRTC ഓടലുണ്ടല്ലോ. ഹർത്താലാണെന്ന് അറിഞ്ഞിരുന്നോ? ഹർത്താലാന്ന് അറിഞ്ഞു. മറ്റേ ഇങ്ങനെ പറഞ്ഞിക്കല്ലേ, വ്യാപാരി വ്യവസായികളൊന്നും അതിനെ അനുകൂലിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്താ ഹർത്താല്? ഞായറാഴ്ച ദിവസവും ഓഫീസൊന്നും എന്തായാലും തുറക്കില്ലല്ലോ. ബസ് ഏതായാലും പുറകോട്ടെടുത്ത് മറ്റു വഴിയിലൂടെ യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വശത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നതുകൊണ്ട് തന്നെ അതിലൂടെ സർവീസ് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ബസ് തിരിച്ച് സാധാരണ ബസ് സ്റ്റാൻഡിന് അകത്തേക്ക് കയറുന്ന വഴിയിലൂടെ പോകാനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ യൂത്ത് കോൺഗ്രസിന് അതേ രീതിയിൽ പ്രതിഷേധം തുടർന്നു വരികയാണ്. DCCയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നടക്കാവിലെ പഴയ DCC ഓഫീസിന് മുൻപിൽ നിന്നാണ് DCC അധ്യക്ഷൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ആ പ്രതിഷേധം അല്പസമയത്തിനകം തുടങ്ങുക. ഏതായാലും ഇന്നലെ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഈ സംഘർഷങ്ങളാണ് ഹർത്താലിൽ കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചത്. കോൺഗ്രസ് വിമത പാനലാണ് പൂർണ്ണമായും എല്ലാ സീറ്റുകളും വിജയിച്ചുകൊണ്ട്, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് ബാങ്ക് ഭരണം പിടിച്ചെടുത്തത്. രാവിലെ 8 മണിക്ക് പോളിംഗ് ആരംഭിച്ച് വൈകിട്ട് 4 മണിക്ക് അവസാനിക്കുന്ന ഘട്ടം വരെ വലിയ സംഘർഷമാണ് ഇന്നലെ പോളിംഗ് ദിനത്തിൽ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ UDFന്റെ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലാണ് പുരോഗമിക്കുന്നത്. ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നാണ് രാഹുൽ KV കോഴിക്കോട്ട് വിവരങ്ങൾ നൽകിയത്. തിരികെ